അയാളെ ഞാൻ വീണ്ടും കണ്ടു, ആ മൂർത്തിയെ. എന്താ അവൻ പറഞ്ഞത്? അതൊക്കെ അവിടെ നിക്കട്ടെ. അയാള് മഹിയേട്ടനെ കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞേ? തന്റെ അടുത്ത് പറഞ്ഞ പോലുള്ള വട്ടുകളാ. അയാളെ പോലൊരുത്തം പറയുന്നതൊക്കെ എന്തിനാ അമ്മ കേൾക്കാൻ നിൽക്കുന്നേ? അയാളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണമല്ലോ. ഞാനും അലീനയൊക്കെ ഇനി കേരള ഭൂമിയിൽ ഒന്നും എഴുതരുത്, അവർക്കെതിരെയുള്ള ആക്രമണം നിർത്തണം, അതൊക്കെയാ ആവശ്യം. അങ്ങനെ ചെയ്ത മഹിയേട്ടനോട് പറഞ്ഞതൊക്കെ അയാള് മാറ്റി പറയാമെന്ന്. അങ്ങനെ മാറ്റി പറയാൻ മാത്രം ഒരുപാട് കാര്യങ്ങള് അയാള് മഹിയേട്ടനോട് പറഞ്ഞോ? എന്റെ മുന്നിൽ വന്ന് തന്നെ ഒരുപാട് മോശമായി ചിത്രീകരിച്ചു. ആകാശം നമ്മുടെ മോളും തമ്മിലുള്ള വിവാഹം നടക്കാത്തത് താനൊരു കൊള്ളാത്ത സ്ത്രീയാണെന്ന് വിനയൻ പറഞ്ഞുവെന്ന്. എനിക്ക് പോലും അറിയാത്ത എന്റെ കഴിഞ്ഞ കാലം അവന്മാർക്ക് അറിയാവുന്ന തോന്നുന്നു. ആ രീതിയിലാ സംസാരമൊക്കെ. ഏതായാലും എനിക്ക് അവനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് ചില ചടങ്ങുകൾ ബാക്കിയുണ്ട്. വെറുതെ വഴക്കിനും അടിക്കൊന്നും പോകരുതേ. ചുമ്മാ വെച്ചാ അവന്റെ കരുണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കണം. അയാൾക്ക് വട്ടാ മോളെ. അങ്ങനെയുള്ള ഒരുത്തനെ തല്ലാനും കൊല്ലാനും ഒക്കെ എന്തിനാ നടക്കുന്നേ? പിന്നെ അമ്മയെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ അവന്റെ മേല് നോവണ്ടേ? ചേച്ചി ഇങ്ങ് വരട്ടെ. അയ്യോ വേണ്ട വേണ്ട. മോളുടെ ചേച്ചി ഈ സംഭവം അറിഞ്ഞ നേരെ അങ്ങ് ചെല്ലും അവന്റെ വീട്ടിലോട്ട്. രജനീമൂർത്തി ഭർത്താവിന്റെ പെരുമാറ്റം അറിഞ്ഞ നാളെ ഡിവോഴ്സ് ഉറപ്പാ. നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയാ അവൻ നോക്കുന്നത്. അങ്ങനെയുള്ളപ്പോ അവന്റെ കുടുംബജീവിതം തകരണം. മിക്കവാറും അതിലേക്കൊക്കെയാ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ടാ അവൻ ഇത്രയും വിരളി പൂണ്ട് നടക്കുന്നത്. സൂക്ഷിക്കണം മഹേട്ടാ. ജിതേഷ് എന്ന പയ്യനെ വളർത്തിയ അച്ഛനാ. അയാളും അപകടകാരിയായിരിക്കും. അവനെ വിടാൻ ഉദ്ദേശമില്ല. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യണം ഇന്നത്തോടെ. അവളുടെ സംസാരം കേട്ടാ അവൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. മേയറേക്കാൾ അഭിനയം വശമുണ്ട് ആ എഴുത്തുകാരിക്ക്. അതുകൊണ്ടല്ലടാ മലയാളികൾക്കിടയിൽ അവളൊരിടം കണ്ടെത്തിയത്. രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞതുകൊണ്ട് യവളന്മാരെയൊക്കെ തളയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നെ ഇതിനിടയിലേക്ക് എന്റെ അനന്തരവൻ വലിഞ്ഞു കേറിയതാ പ്രശ്നമായത്. അവൻ ആ അലീന പീറ്ററുമായിട്ട് അടുത്തത് അതിലും വലിയ തലവേദനയാ. ആ ബന്ധമാണ് പൊളിക്കേണ്ടത്. ഈ കഥയിൽ എനിക്ക് പാർട്ടുണ്ടെന്ന് അമ്പാടി ഒരിക്കലും അറിയാൻ പാടില്ല. ഓ, അതൊരു അവതാരം തന്നെയാ. എന്റെ മോനെ അവളും നിന്റെ അനന്തരവരും കൂടി ഒരു മൂലയ്ക്ക് ഇരുത്തി കഴിഞ്ഞു. കാരിരുമ്പിന്റെ കരുത്ത അമ്പാടിക്ക്. അവനോട് നേർക്കുനേരെ നിന്ന് ആർക്കും തല്ലുകൂടാൻ പറ്റില്ല. അതുപോലെ തന്നെയായിരുന്നു അർജുനേട്ടന്. തീവ്രവാദികളുടെയും പാകിസ്ഥാൻ പട്ടാളത്തിന്റെയും മുന്നില് നെഞ്ചു വിരിച്ചുകൊണ്ടാ നിന്നിട്ടുള്ളത്. അങ്ങനെയെങ്കില് ഒരു കാരണവശാലും അകലാൻ പാടില്ലാത്ത വിധം അമ്പാടിയും അലീനയും അടുക്കരുത്. അലീന ടീച്ചർ ഒരു അണുബോംബ. അത് വീണ് പൊട്ടിയ നമ്മളെല്ലാം ചാമ്പലാവും. അളിയ മഹാദേവൻ. ഓ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിന് ഉറക്കം നഷ്ടപ്പെട്ടു കാണൂടാ. നീ എടുക്ക്. ഹലോ, ഞാനാണ് മഹാദേവൻ. മനസ്സിലായി. എന്താ വിളിച്ചത്? അന്ന് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടെങ്കിലും ആ സംഭവത്തെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ചു. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. അതുകൊണ്ട് ഇനി എന്റെ മുന്നിൽ ഡിവോഴ്സ് അല്ലാതെ മറ്റ് മാർഗമില്ല. നീരജയെ ഞാൻ കളയുക. അതിനു മുമ്പ്
നിങ്ങളെ എനിക്ക് ഒരിക്കൽ കൂടി കാണണം. നമ്മൾ അന്ന് മീറ്റ് ചെയ്ത സ്ഥലത്ത് വന്നാൽ മതി. ശരി, ഞാനിപ്പോ തന്നെ പുറപ്പെടാം. ശരി. അളിയ, നമ്പർ 8 ഡിവോഴ്സിലേക്കാ അവരെ പോക്ക്. ഏയ്, പാടില്ല. അവർ വേർപിരിയരുത്. അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞാൽ മേയറും മോളും കൂടുതൽ ഡേഞ്ചറസ് ആവും. നീ ഇപ്പോ മഹാദേവനെ കാണണം, എന്നിട്ട് അയാളെ ഒന്ന് തണുപ്പിക്കണം. അതോടൊപ്പം തന്നെ മേയറെയും മോളെയും ചൂടുപിടിപ്പിക്കുകയും വേണം. അവരെ മുൾമുനയിൽ നിർത്തണം. ഇനി ഒരിക്കലും അമ്മയും മോളും നമുക്കെതിരാളികളാവരുത്. എങ്കിലും മഹാദേവനോട് പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. എടാ, അന്ന് അവളെ നമ്മൾ തൂക്കിക്കൊണ്ടു പോയി. ആ സമയത്ത് അവക്ക് ബോധമില്ലായിരുന്നു. നമ്മൾ അവളെ കളങ്കപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കൂട്ടിക്കൊണ്ടു പോയതെങ്കിലും മദ്യത്തിന്റെ ലഹരിയിൽ നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോയി. നേരം പുലർന്ന് ബോധം വന്നപ്പോ അവളെ കാണാനില്ലായിരുന്നു. അങ്ങനെ വേണം, ഇപ്പോഴല്ല പിന്നീട് പറയാൻ. നീരജയും മേയറും കോംപ്രമൈസായി വരുമ്പോ. ഇപ്പോ നീ അയാളെ ചെറുതായിട്ടൊന്ന് തലോടി അങ്ങ് വിട്ടാ മതി. ശരിയല്ലയാ, എല്ലാം നീ പറഞ്ഞ പോലെ. അല്ലളിയാ, ഇനി തല്ലാനായിരിക്കും അയാൾ വിളിക്കുന്നത്. ഹേയ്, ഒരിക്കലുമല്ല. ഭാര്യയുടെ ഭൂതകാലം അറിഞ്ഞിട്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരു പാവം ഭർത്താവിന്റെ വിളിയാടാ. അതുകൊണ്ട് നിനക്ക് അയാളെ ധൈര്യമായിട്ട് കാണാം. ആ, ഇനി കൊന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോ മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെയാണല്ലോ നടപ്പ്. ഇത് നീരജ മഹാദേവനിലെ നീരജ, എന്റെ ഭാര്യ. ഞങ്ങളെ കുടുംബ കോടതിയിലേക്കല്ല, ഞങ്ങളുടെ കുടുംബത്തേക്ക് തന്നെയാ പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതൊക്കെ ഞാൻ ചോദിച്ചോളാം. ഞങ്ങൾ ആണുങ്ങൾ തമ്മിലാണല്ലോ സംസാരിക്കേണ്ടത്. ആണുങ്ങളെന്ന് പറഞ്ഞത് മോശമായി പോയോ? അല്ല, ആണും പെണ്ണും കെട്ടവരുടെ സ്വഭാവമാണല്ലോ പുറത്തു കാട്ടുന്നത്. അതുകൊണ്ട് ചിലപ്പോ അങ്ങനെ പറയുന്നതിൽ ബുദ്ധിമുട്ട് കാണും.
താൻ കാറിപ്പോയിരുന്നു. എന്താണ് നിന്റെ പ്രശ്നം? സ്വന്തം അച്ഛനെ രാഷ്ട്രീയ ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ടൊരു പെൺകുട്ടി പാതി ജീവനോടെയാ നിന്റെയൊക്കെ കാറിന് മുന്നിൽ വന്ന് വീണത്. എന്നിട്ട് നീയൊക്കെ അവളെ തൂക്കിയെടുത്തോണ്ട് പോയി. എന്നിട്ട് 3 ചെന്നായ്ക്കളും ചേർന്ന് അന്നത്തെ രാത്രി ബോധമില്ലാത്തൊരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു. അതേടാ, ആ പെൺകുട്ടി തന്നെയാ എന്റെ ഭാര്യ നീരജ. നിനക്കൊപ്പം മറ്റു 2 കൂടി ഉണ്ടല്ലോ. ഒരുത്തൻ വിനയനാണെന്നറിയാം. അവനെയും മറഞ്ഞിരിക്കുന്ന മറ്റവനെയും കൂട്ടി വരാത്തെന്താ? അവന്മാര് പറയുന്നുകൂടി എനിക്ക് കേൾക്കണമെന്നുണ്ടായിരുന്നു. മൂന്നിനെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലണമെന്നുണ്ടെനിക്ക്. പിന്നെ അത് ചെയ്യാത്തത് എന്റെ ഭാര്യയോടൊപ്പം ജീവിച്ച് എനിക്ക് മതിയായില്ലടാ. അതുകൊണ്ട് തന്നെയാ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയില് മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വബോധം വരുമ്പോ ചെയ്ത തെറ്റോർത്ത് ജീവിതകാലം മുഴുവൻ വേദനിക്കും അല്പം മനസാക്ഷിയുള്ളവര്. എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി. വർഷങ്ങൾക്ക് ശേഷം അന്ന് നടന്ന കഥകൾ പറഞ്ഞ് നീരജയുടെ ലൈഫ് ഇല്ലാതാക്കാൻ നോക്കുക. നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടോടാ? ചോദിച്ചു കേട്ടില്ലേ? നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടോന്ന്? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കരണത്ത് കൊടുക്കണമായിരുന്നു. നിന്നെയൊക്കെ വളർത്തിയതിന് പാരിതോഷികം കൊടുക്കണ്ടേ? അവന്റെയൊക്കെ കവള് കല്ലിക്കണ്ടേ? നീ വിളിച്ചു കൂവ്. ഈ നാട് മുഴുവൻ പാടി നടക്ക്. എന്നാലും എന്റെ ഭാര്യ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാവടാ. അന്ന് മേയർ സുലേഖ എന്ന പാവ സ്ത്രീ സ്വന്തം മോളുടെ ജീവിതം തകരുമെന്ന് കരുതി നിനക്കൊക്കെ ചെയ്തു തന്ന സൗജന്യമാ ഇപ്പോഴത്തെ നിന്റെയൊക്കെ ജീവിതം. നീ എന്നോട് എന്റെ ഭാര്യയുടെ ചരിത്രം വിവരിച്ചല്ലോ. അതുപോലെ തിരിച്ചു ഞാൻ ചെയ്യട്ടെ. വനിതാ സെൽ ചെയർപേഴ്സൺ രജനി മൂർത്തിയോട് നിന്റെ കഴിഞ്ഞ കാലം തുറന്നു കാട്ടട്ടെ. അവരത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന് നോക്കാം. സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന തെറ്റാ അവരുടെ ഭർത്താക്കന്മാര് സഹിക്കാത്തത്. മറിച്ചാണ് കാര്യങ്ങളെങ്കിൽ ചിലപ്പോ സഹിച്ചെന്ന് വരും. ഇവിടെ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, അതിനുള്ള മറുപടിയും തന്നു. ഇനി നീരജയും കൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? അയ്യോ വേണ്ട. എന്തിനാടാ ഭയക്കുന്നത്? ആണുങ്ങളെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് നിക്കടാ. എന്നിട്ട് പോയി പറയടോന്ന് പറ. ഇനി കഴിഞ്ഞ കാല കഥകൾ പറഞ്ഞിട്ട് എന്റെ നീരജയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ, ആ സംഭവങ്ങൾ പുറത്തു വന്നാൽ ഈ സമൂഹം അയാളെ നോക്കി ചിരിക്കുമായിരിക്കും. എങ്കിലും ഇപ്പൊ ചേർത്ത് പിടിച്ചുകൊണ്ട് വന്ന പോലെ അയാളെ ഞാൻ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കും. എന്നാലേ അതല്ല നിന്റെയൊക്കെ സ്ഥിതി. നിങ്ങൾ 3 അഴിയെണ്ണാൻ നിന്റെ ഭാര്യ മാത്രം മതി. അതുകൊണ്ട് നിർത്തിക്കോ, എല്ലാം അവസാനിപ്പിച്ചോ. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വിചാരിച്ചു തല്ലു വീണൂന്ന്. തല്ലിയാലേ അവൻ നിന്ന് കൊള്ളും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. റാസ്കൽ.
കണക്കുകൂട്ടലുകൾ പിഴച്ചല്ലോടാ. അവളുടെ ഭർത്താവ് നേരത്തെ എല്ലാം അറിഞ്ഞതാണോ, അതോ നമ്മൾ പറഞ്ഞതിന് ശേഷം നീരജയും അവളുടെ അമ്മയും കൂടി നടന്നതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചതാണോ? ഒന്നും അറിയില്ലടാ, നമ്മൾ മണ്ടന്മാരായി, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ മക്കളൊക്കെ പ്രായം പക്വത എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാല കഥകളൊക്കെ ആരെങ്കിലും സീരിയസ് ആക്കോ? നമ്മള് അത്രത്തോളം ഒന്നും ചിന്തിച്ചില്ല. നാണം കെട്ടുപോയാളിയാ. ഇനിയിപ്പോ അവരുടെ വൈരാഗ്യമൊക്കെ ഇരട്ടിക്കും. നമ്മൾ പ്രതിരോധത്തിലാവുകയും ചെയ്യും. ഇനി ആരെയാടാ നീരജ പേടിക്കേണ്ടത്? ഈ സമൂഹത്തെയോ? കൂടെ കഴിയുന്നവൻ അവളെ പരിശുദ്ധയാക്കി കഴിഞ്ഞു. പിന്നെ ഇനി പൊതുജനം എന്തു പറഞ്ഞാലും അവൾക്കൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ തന്നെ സ്വന്തം കഥ അവള് നോവലിലൂടെ വിവരിച്ചതല്ലേ? എടാ, നിന്റെയും വിനയന്റെയും അരികിലേക്ക് അലീന എത്തിക്കഴിഞ്ഞു. എന്നാൽ അതിനേക്കാളും ഭീകരമാണ് എന്റെ അവസ്ഥ. അമ്പാടി, മഹാദേവൻ എല്ലാം ഞാനുമായിട്ട് അടുപ്പമുള്ളവരാ. ഈ കേരളത്തിലെ ജനങ്ങളാണെങ്കിലോ എന്റെ വാക്കിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ. അവിടെയും എനിക്കുണ്ടാകുന്ന അപമാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആളിയാ. പിന്നെ അജ്ഞാതവാസമേ ഉള്ളൂ രക്ഷ. നിന്റെ വീടിന്റെ അടുത്ത് കാടുണ്ടല്ലോ, അവിടേക്ക് കയറിക്കോ. അങ്ങനെ കാടും മലയും ഒക്കെ കയറിപ്പോയ ഒരു യാത്രയിലാ നമുക്ക് അബദ്ധം പറ്റിയത്. മദ്യം, മയക്കുമരുന്ന്, നല്ല ഭക്ഷണം, വെള്ളച്ചാട്ടം, നീരുറവ എല്ലാം കഴിഞ്ഞപ്പോ ഡിസംബറിന്റെ മഞ്ഞത്ത് ഒരു പെണ്ണ് മുന്നിൽ വന്നു പെട്ടു. അപ്പ കൺട്രോൾ പോയി. വിനയം പറഞ്ഞതുപോലെ അന്ന് നീയാ ആക്രാന്തം കാണിച്ചത്. അപ്പൊ നീയോ? അന്നേ യുവജന നേതാവായ നീ എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞു നടക്കാതെ ആ ബോധത്തോടെ പെരുമാറണമായിരുന്നു. ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. താഴ്ചയുടെ സമയത്ത്, മോശ സമയത്ത് അവരെ വലിച്ചിറക്കാൻ ഇതുപോലൊരു കാരണവും ഒത്തുവരും. ഇനിയിപ്പൊ എന്താ അളിയെ ചെയ്യേണ്ടത്? ക്രിസ്മസ് ആഘോഷിക്കാൻ പോയവളിങ്ങ് എത്തിക്കഴിഞ്ഞാ പിന്നെ ഇതിന്റെയൊക്കെ പലിശ സഹിതമായിരിക്കും തിരിച്ചു തരാൻ പോകുന്നത്. വെട്ടിമൂടേണ്ടതിന് വെട്ടിമൂടണം. ഈ കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തി കഥ എഴുതാൻ തുടങ്ങിയ പിന്നെ അവളുടെ കയ്യിൽ നിന്ന് അവൻ ചലിക്കരുത്. ക്രിസ്മസിന് 2 ദിവസം മുൻപേ അവളിവിടെ എത്തുമെന്ന് അമ്പാടി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അടുത്ത ക്രിസ്മസിന് അവൾ ഉണ്ടാവരുത്. അവള് മാത്രമല്ലടാ, മുൻ മേയർ സുലേഖ. അതിന് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? പാരവെപ്പും പകപോക്കലും കൂടിക്കൂടി വരുമ്പോ പിന്നെ ഒരു വെട്ടി നിരത്തലുണ്ടടാ. അതിലാരുടെയൊക്കെ തല പോകുന്നു ചിന്തിക്കാറില്ല. ഇവിടെ അതാണടാ ആട്ടക്കലാശം. എന്റെ ഹീറോ എന്താ ചിന്തിക്കുന്നത്? ഹീറോയോ? പിന്നെ ഒരുത്തനെ ഷർട്ടിലൊക്കെ പിടിച്ചിട്ട് ഇന്ന് ഹീറോയിസം കാട്ടിയില്ലേ? എന്റെ ഭാര്യയും കുഞ്ഞിനെയും വിട്ടിട്ട് ജയിലിൽ പോയി കിടക്കാൻ വയ്യ. അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. ഒരു വട്ടൻ എന്തൊക്കെയോ പറഞ്ഞതിന് മഹേട്ടൻ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആയത്? അവന് വട്ടുണ്ടെങ്കിലേ ചികിത്സിക്കണം. അല്ലാതെ തന്നെ വഴി തടഞ്ഞു നിർത്തി അനാവശ്യം പറയല്ല വേണ്ടത്. അതൊക്കെ പോട്ടെ, നിങ്ങൾ തമ്മില് അവിടെ നിന്ന് എന്താ സംസാരിച്ചത്? എന്നെ കാറിലിരുത്തിയിട്ട് മഹേട്ടൻ എന്താ അയാളോട് പറഞ്ഞത്? കുറേ നേരം നിങ്ങൾ സംസാരിച്ചല്ലോ. ഇനി തന്നെ അവൻ ശല്യം ചെയ്യരുത്. അതിനുവേണ്ടി പറയാവുന്നതൊക്കെ പറഞ്ഞു. അതിന് അയാളെ കാണുകയല്ല വേണ്ടത്, അയാളുടെ ഭാര്യയെ കാണുകയാ. ലോകത്തുള്ള സകല വനിതകളെയും കൈകാര്യം ചെയ്യുന്ന അവർക്ക്
സ്വന്തം ഭർത്താവിനെ അടക്കി നിർത്താനാണോ പാട്? അവരും വിനയനും ഒക്കെ അടങ്ങും. അവരെ അടക്കി നിർത്താൻ ഒരുവൾ ഒരുങ്ങിക്കഴിഞ്ഞു. അലീന പീറ്റർ എന്ന അവളുടെ പേര്. അതിന്റെ മുന്നോടിയായിട്ടാ വനിതാ സെൽ ചെയർപേഴ്സൺ രജനി മൂർത്തിയെ അലീന പീറ്റർ ഇന്റർവ്യൂ ചെയ്തത്. അങ്ങനെ ഒരു അടുപ്പം അവരുമായിട്ട് അലീനയ്ക്ക് വേണമായിരുന്നു. അലീനയ്ക്ക് എന്താ അവരോട് ശത്രുത? അതൊക്കെ അലീനയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. വേണ്ടാത്ത വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അവസാനം ആ കുട്ടി അപകടം ക്ഷണിച്ചു വരുത്തുവോ? ഒന്ന് രണ്ട് തവണ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇനി അവക്കെന്തെങ്കിലും പറ്റിയ ആ സങ്കടം എന്നെ വിട്ടു പോകില്ല മയ്യേട്ട. അച്ഛന്റെ മരണം പോലെ അതും ഉള്ളിലൊരു മുറിവായിരിക്കും. ഒരിക്കലും ഉണങ്ങാത്ത, മറക്കാൻ കഴിയാത്ത മുറിവ്.